Exam Winner Family. Hello മക്കളെ, അപ്പോൾ നിങ്ങളുടെ SSLC യാത്രയിലുള്ള ഫസ്റ്റത്തെ ചുവടുവെപ്പായിട്ടുള്ള ഓണം എക്സാം ഇതായി എത്തിയിട്ടുണ്ട്. അപ്പോൾ 2025 ഓണം എക്സാമിന് നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറും കൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. കാര്യം എന്താന്ന് വെച്ചാണ്ടല്ലോ മക്കളെ, നമ്മുടെ സിലബസ് മൊത്തം മാറിയിട്ടുണ്ട്. നമുക്ക് പ്രീവിയസ് ഇയർ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്ത് ഇനി പഠിച്ചാൽ കാര്യങ്ങൾ നടക്കൂല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കിട്ടാവുന്ന എല്ലാ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും കുത്തിയിരുന്ന് വായിച്ച് മനസ്സിലാക്കി അനലൈസ് ചെയ്തുകൊണ്ട് വരാൻ ചാൻസസ് ഉള്ള 99% ചാൻസസ് ഉള്ള മൊത്തം ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് അതാ ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഒരു ഇംഗ്ലീഷ് പ്രഡിക്ഷൻ തന്നെ ഞങ്ങൾ നടത്തിയിരിക്കുകയാണ് അല്ലേ മിസ്? യെസ്. അപ്പോൾ ഈ വർഷത്തെ ഓണം എക്സാമിന് നിങ്ങൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഇതിലുണ്ടായിരിക്കും. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ കാണാം. മാക്സിമം ഫ്രണ്ട്സിന് ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ സംസാരമൊന്നുമില്ല. അതിവേഗം ബഹുദൂരം നമുക്ക് വേഗം എന്ത് ചെയ്യാം, നമുക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് വിത്ത് മാർക്ക് ഞങ്ങൾ ഇവിടെ പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ വരാൻ ചാൻസ് ഉള്ള ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും? ഇംഗ്ലീഷ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് വരുന്ന കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റീഡിംഗ് കോംപ്രഹെൻഷൻ. ഓക്കെ, റീഡിംഗ് കോംപ്രഹെൻഷന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത് എന്താണ്? നോൺ പാസേജ് എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു പാസേജ് ആണ് വെച്ചിട്ടുള്ളത്. അപ്പൊ സാറിന് തോന്നുന്നത് എന്താണ്, ഇതിൽ നിന്ന് വരാനാണോ? പാസേജിന്റെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഇത് പുതിയൊരു അനുഭവമായിരിക്കും. കാര്യം നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ പാറ്റേൺ ആണ് ഏതിൽ വന്നിരിക്കുന്നത്, റീഡിംഗ് കോംപ്രിഹെൻഷനിൽ വന്നിരിക്കുന്നത്. നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് അല്ലേ, നമുക്കറിയാം ഇനി +2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ പാസേജ് വരുന്നത്, ആ ഒരു ഡിഫിക്കൽട്ടി ലെവലാണ് ഏതിൽ വന്നിരിക്കുന്നത്, റീഡിംഗ് കോംപ്രിഹെൻഷൻ. പക്ഷെ അത് പേടിക്കേണ്ട കാര്യമില്ല. എന്താ മാം ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്കൊരു പുതിയ അനുഭവമാണെന്ന് സാർ ഓൾറെഡി പറഞ്ഞു. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റോറിയാണ്, പഠിച്ചിട്ടുള്ള ചാപ്റ്റർ ആണ്. ആകെ വ്യത്യാസം നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ക്വസ്റ്റ്യൻസിന് കുറെ ആൻസേഴ്സ് നിങ്ങൾക്ക് ചോയ്സ് ആയിട്ട് തന്നിട്ടുണ്ടാവും, നിങ്ങൾ ഏതെങ്കിലും എടുത്താൽ മതി. ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ അറിഞ്ഞിരിക്കണം. ചാപ്റ്റർ അറിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി പണി കുറഞ്ഞു കിട്ടും. എന്താന്ന് വെച്ചാൽ അൺനോൺ ആയിരിക്കില്ല നമുക്ക് ആ പാസേജ് എന്ന് പറയുന്നത്. അപ്പം അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാം. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ളത് ആ പാസേജ് ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കിയാൽ കിട്ടും. കാര്യം എന്താണെന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് നമുക്ക് ഇനി സമയം കളയാനില്ല. ഇപ്പം MCQന്റെ മേലേക്ക് നമ്മൾ ഒരുപാട് മേലെ ഇരുന്ന് ടൈം പോക്കി കഴിഞ്ഞാൽ ബാക്കി ഒരുപാട് എഴുതാനുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ടൈം സേവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കാം, എന്നിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് എവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്ന് പാസേജ് വായിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന് ആൻസർ കിട്ടും. MCQ മാത്രമല്ല കേട്ടോ, നമുക്ക് ഒറ്റ ലൈൻ ആൻസർ എഴുതേണ്ട ഒരു കാര്യം കൂടെ ഇതിനകത്ത് വരാനുണ്ട്. സോ നിങ്ങൾക്ക് മാർക്ക് കിട്ടാനും കൂടുതൽ ചാൻസ്. എന്താ? കാരണം എന്താ വെച്ചാൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാ, നേരെ എന്ത് ചെയ്യാ, നമ്മൾ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് നോക്കുക. കഥ നന്നായിട്ട് അറിഞ്ഞിരിക്കുക മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. ഇനി വരാൻ പോകുന്നത് ഒരു കാര്യമുള്ളത്, റീഡിംഗ് കോംപ്രഹെൻഷനിൽ നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും കുഴപ്പിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ഫീൽ ചെയ്യാനുള്ളത് പോമിന്റെ ഭാഗത്തു നിന്നുള്ള. കാരണം പോയറ്റിക് ഡിവൈസ് ചോദിക്കും, പിന്നെ അതിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഉള്ളിൽ നിന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു വർഷം പോംസ് ഇല്ല എന്ന് പറയാം. ഓണം എക്സാമിന് ദ സീഡ്ലിംഗ് എന്നുള്ള പോം നിങ്ങൾ മാറ്റിവെക്കുക. അങ്ങനെ ഒരു പോം ഇല്ല നമുക്ക് പഠിക്കാനായിട്ട്. പകരം നമുക്ക് എന്തുണ്ട്, ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ. അപ്പൊ ആ ഒരു ചാപ്റ്ററിൽ നിന്നായിരിക്കും പിന്നെ നിങ്ങൾക്ക് റീഡിംഗ് കോംപ്രഹെൻഷൻ. അപ്പൊ അത് ഉറപ്പാണ്. വേറെ ഒരു ക്വസ്റ്റ്യനും നമുക്ക് എന്തില് ഇതിൽ പോയമിൽ വരാനില്ല. പ്രോസ് പലതും ഉണ്ട് നമുക്ക് പഠിക്കാൻ, പക്ഷേ ഉറപ്പായിട്ടും പോയംന്ന് വരുന്നുണ്ടെങ്കിൽ അത് ഏതെന്നായിരിക്കും, ഫ്രണ്ട്സ് റോമൻ കൺട്രിമെൻ മാത്രമായിരിക്കും. വെരി ഇമ്പോർട്ടന്റ്. യെസ്. എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ ഫിഗർ ഓഫ് സ്പീച്ച് ഒക്കെ ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അപ്പം എന്ത് ചെയ്യണം, അത് കീറി മുറിച്ച് പഠിച്ചാൽ മാത്രമേ റീഡിംഗ് കോംപ്രഹെൻഷൻ അതിന്ന് വരുന്നുള്ള കാര്യം ഷുവർ ആയതുകൊണ്ട് പഠിച്ചിരിക്കുക. വേറെ നമുക്ക് നോ അതർ ഓപ്ഷൻസ്. യെസ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ ലാംഗ്വേജ് കുട്ടികൾക്ക് ചിലപ്പോഴെങ്കിലും കുറച്ച് ട്രിക്കി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. സോ വേർഡ് ബൈ വേർഡ് മീനിങ് നിങ്ങൾ നോക്കി വെക്കണം. ഇതിന്റെ ഇന്നർ മീനിങ്, കാര്യങ്ങൾ, കോണ്ടെക്സ്റ്റ് ഒക്കെ നോക്കി വെച്ചിട്ട് തന്നെ പോട്ടോ. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് പഠിച്ചോളാം. ഓക്കെ. യെസ്. ഇനി നമുക്കുള്ളത് അൺനോൺ ആയിട്ടുള്ളത്, അല്ലെ നോൺ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അൺനോൺ ആയിട്ടുള്ള ഒരു പാസേജ് കൂടെ തരും. നമ്മൾ കേട്ട് കേൾവി ഇല്ലാത്ത, വായിച്ചിട്ടില്ലാത്ത ഒരു പാസേജ് കൂടെ തന്നിട്ട് നമ്മളോട് പറയും ഇതിനകത്ത് ഇന്ന ചോദ്യങ്ങളുണ്ട്, ആൻസർ കണ്ടുപിടിച്ചോളൂ എന്ന് പറയും. പക്ഷേ നമ്മൾ ആദ്യത്തെ സമയം ഒന്ന് പരിഭ്രമിച്ചു പോകും. പക്ഷെ പേടിക്കണ്ട, നമ്മൾ പ്രോസും അതുപോലെ തന്നെ പോയം ചെയ്യുന്നുണ്ടല്ലോ, അതേ സ്ട്രാറ്റജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും. അപ്പം നമ്മളോട് എന്താണ്
ചോദിച്ചിട്ടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ, പഠിക്കാൻ തന്നിട്ടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ വന്നാൽ പോലും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കളയരുത്. നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനും കൂടെ ഒരു ഓപ്പർച്യൂണിറ്റി ഇതിനകത്തുണ്ട്. പലതുള്ളി പെരുവെള്ളം പോലെ നമ്മളിങ്ങനെ കൂട്ടി വെച്ച് പോകേണ്ട ഒരു കാര്യമാണ് അല്ലേ? യെസ്. അപ്പൊ ഇങ്ങനെയുള്ളൊരു നോർമൽ പാസേജ് മാത്രമല്ല, ഡേറ്റ തന്നിട്ട് ഇപ്പൊ ടേബിൾ ആയിരിക്കും തരുന്നുണ്ടാവുക, ഗ്രാഫ് ആയിരിക്കും തരുന്നുണ്ടാവുക, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു കാര്യം പറയുമ്പോൾ റീഡിംഗ് കോംപ്രഹെൻഷൻ നിങ്ങൾ ഒത്തിരി ടൈം കളയരുത്. കുറേ ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കി എഴുതാൻ അത്ര വലിയ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. അനാവശ്യമായിട്ട് സമയം കളയരുത്. അത്ര മാത്രമേ സാറിന് പറയാനുള്ളൂ. ഇനി വേറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് മസ്റ്റ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഏതൊക്കെയായിരിക്കും നോക്കിക്കോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം കീറി മുറിച്ച് നമ്മൾ നോക്കി, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി, ചാപ്റ്റേഴ്സ് ഒക്കെ നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ ആണ്. അതുകൊണ്ട് മക്കളെ ഒരു 99% ഇതെന്നേ വരൂ. ഇതിന് പുറത്ത് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ ബുക്ക് എടുത്ത് വെക്കുക, മാർക്ക് ചെയ്ത് വെക്കുക, എന്തൊക്കെ വരും എന്നുള്ള കാര്യങ്ങൾ വിത്ത് വെയിറ്റേജ് ആയിരിക്കും നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ആദ്യം വരുന്നത് ക്യാരക്ടർ സ്കെച്ച് ആണ്. ഇപ്പൊ ഇതൊന്ന് പിടിക്കാവോ? ഓക്കെ, ക്യാരക്ടർ സ്കെച്ചിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഇപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് പെലായോന്റെ ക്യാരക്ടർ സ്കെച്ച് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അതൊന്ന് ചോദിക്കാനും ചോദിക്കാതിരിക്കാനും ചാൻസ് ഉണ്ട്. പക്ഷെ എന്റെ മനസ്സ് പറയുന്നു ചാൻസ് കുറവാണ് ഇനി പെലായോ വീണ്ടും ചോദിക്കാന്നുള്ളത്. അപ്പൊ ആർക്കായിരിക്കും ചാൻസ് കൂടുതൽ? എനിക്ക് തോന്നുന്നത് എലിസെന്റേനെ ചോദിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അപ്പോ പിന്നെ ഓൾഡ് മാന്റെ ചാൻസ് കുറവാണ്, കമ്പാരിറ്റീവ്ലി ലോ ആണ്. എന്നാൽ പോലും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ 3 ക്യാരക്ടേഴ്സിനെ പറ്റി എന്റെ കുട്ടികൾ ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വെക്കാം കേട്ടോ. യെസ്. പിന്നെ നമുക്കുള്ളത് എന്താണ്? അടുത്ത ചാപ്റ്റർ എനിക്ക് കൂടുതലായിട്ടും ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുമെന്ന് തോന്നുന്നത് സ്പിൽമൻ്റെതായിരിക്കും. സ്പിൽമൻ എന്ന ഒരുപാട് കാര്യങ്ങൾ ആ കഥയിൽ പറയുന്നുണ്ട്. സോ നമുക്ക് എഴുതാനും അവർക്ക് ചോദിക്കാനും കൂടുതൽ ചാൻസസ് ഉള്ളത് സ്പിൽമൻ്റെതായിരിക്കും. പിന്നെ ഒരാളുള്ളത് ആർമി ഓഫീസറാണ്. ചാൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണല്ലോ, പഠിക്കണല്ലോ, അത്ര മാത്രം. ആർമി ഓഫീസറിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ആ ചാപ്റ്ററിൽ നമുക്ക് മനസ്സിലാവും ഹ്യൂമാനിറ്റി അങ്ങനെയുള്ള കുറച്ച് ക്വാളിറ്റീസ് ആളെ മനസ്സിലാക്കാൻ പറ്റും. ഓരോ കോണ്ടെക്സ്റ്റിലും ആ ഒരു ഹെൽപ്പ് ചെയ്യുന്ന കുറെ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാം അല്ലെ, ആർമി ഓഫീസറിന്റെ ടൈമിൽ അങ്ങനെ ചെയ്ത നല്ലൊരാളാണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അതിനെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുക. കമ്പാരിറ്റീവ്ലി ചാൻസസ് കുറവാണ്. ഇതും ചാൻസ് വലിയ ചാൻസ് എന്ന് പറയാനില്ല, എന്നാൽ ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് അതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. സോ ചാൻസും ഉണ്ട് അല്ലെ. ഫാമിലിയോടും സൊസൈറ്റിനോടൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് ആളുടെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഡ്രീമിലേക്ക് എത്തിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. സോ ഓഫ് കോഴ്സ് ചെറിയൊരു ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. യെസ്. ഇനി ആന്റണി സീസർ വളരെ കുറവാണ്. നമുക്ക് ആന്റണി സീസറിനെ കുറിച്ചുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച് എന്തായാലും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് വായിച്ച് അവരെ കുറിച്ച് ഒരു ധാരണയൊക്കെ മനസ്സിലുണ്ടാക്കി വെക്കുക. ചോദിച്ചാൽ എഴുതണല്ലോ, അത്ര മാത്രമേ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടുള്ളൂ. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി വെർബൽ ഐറണി അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലുള്ള കാരണം കൊണ്ട് നിങ്ങൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. നമ്മുടെ അപ്രീസിയേഷൻ പോലെയുള്ള 6 മാർക്കിന് വരെ ചോദിക്കും. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ട്. പെലായനെ കുറിച്ച് എഴുതാനാ പറഞ്ഞിട്ടത്. 6 മാർക്കാണ്. കളയരുത്. നമ്മൾ ഒന്നും പഠിച്ചിട്ടില്ല ഈ കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മുടെ ഉള്ളിൽ ഇവരെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക. നമുക്ക് എന്താണ് ഇവരെ കുറിച്ച് മനസ്സിലായിട്ടുള്ള കാര്യം നമ്മൾ ആൻസർ പേപ്പറിൽ എഴുതിയാൽ തന്നെ കിട്ടാൻ പോകുന്നത് 6 മാർക്കാണ് അല്ലേ? അപ്പൊ ഇതിന്റെ ഒക്കെ വീഡിയോസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മുടെ ചാനലിൽ വരുന്നുണ്ടായിരിക്കും. ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഡയറി ആണ് മക്കളെ. നമുക്ക് അടിച്ചു പൊളിച്ച് എഴുതാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അറിയോ, ഫോർമാറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് അതിന്റെ പകുതി മാർക്കാണ്. ആ പകുതി മാർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി പകുതി നമ്മൾ എഴുതുന്നത് പോലെ ഇരിക്കും. സോ ഏത് ക്യാരക്ടറിനെ തന്നു കഴിഞ്ഞാലും നമ്മൾ ഡയറിയുടെ ഫോർമാറ്റിൽ എഴുതി തുടങ്ങിയോ നമുക്ക് അതിന്റെ പകുതി മാർക്ക് കിട്ടും. ബാക്കി നമ്മുടെ റൈറ്റിംഗ് സ്കില്ല് പോലെ ഇരിക്കും. അതിനും നമ്മൾ വഴിയുണ്ട്. എവിടെ നിന്നൊക്കെ ആയിരിക്കും ഡയറി വരിക എന്നുള്ളത് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. മുഴുവൻ എഴുതി കാണണേ, വെറുതെ 2x എന്നിട്ട് സ്പീഡിൽ അടിച്ച് പോകണമെന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് സാറ് പറയുന്നുണ്ട്. അപ്പോ എലിസന്റെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 2 സാധ്യതകൾ നമ്മളിവിടെ വെക്കുന്നുണ്ട്. എലിസന്റെ ഡയറിയും പെലായോന്റെ ഡയറിയും. അപ്പൊ നോക്കുമ്പോൾ നമുക്കറിയാം ഓൾഡ് മാൻ വരുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പൊ ഡിപ്പാർച്ചർ ഓഫ് ദ ഓൾഡ് മാൻ അതിനെ പറ്റി എലിസന്റെയാണ് കാണുന്നത് അല്ലെ. ഓൾഡ് മാൻ പോകുന്നത് കാണുന്നത് എലിസന്റെയാണ്. സോ അന്നത്തെ ദിവസം അവർക്കുണ്ടായിട്ടുള്ള ഫീലിങ്സ് അവർ ഡയറി ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ദെൻ നമ്മുടെ പെലായുടെ 2 ചാൻസസ് ആണ്. ഒന്ന് അറൈവൽ ഓഫ് ദി ഓൾഡ് മാൻ. ആ ഓൾഡ് മാൻ വന്നതിന് ശേഷമാണ് അയാളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. അയാളുടെ കുട്ടി രക്ഷപ്പെടുന്നു, അയാൾ പണക്കാരനാവുന്ന. അപ്പം അയാൾ ഒരു രാത്രി എഴുതുന്ന എങ്ങനെയായിരിക്കും എന്നുള്ള
ഒരു ഡയറിന്റെ ചാൻസ് ഉണ്ട്. പിന്നെ ഒരെണ്ണമുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടില്ല, ആ ഓൾഡ് മാന് വയ്യാതാകുന്ന ഒരു ദിവസം അയാളോട് ഡയറി എഴുതാൻ പറയുന്നുണ്ട് പെലായോട്. സോ അതിനും നമുക്ക് ഒരു ചാൻസസ് ഉണ്ട്. എന്നിരുന്നാലും പെലായോയ്ക്കും എലിസണ്ടയ്ക്കും മാത്രമേ ഡയറി നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടുള്ളൂ. ഓൾഡ് മാൻ എന്തായാലും ഡയറി എഴുതാൻ പോകുന്നില്ല. അപ്പൊ അതിന്റെ മേലെ നമ്മൾ ചിന്തിച്ച് സമയം കളയേണ്ടതില്ല. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഈ 2 ചാൻസസ് ആണുള്ളത് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഡയറി എന്ന് പറയുമ്പോൾ ലെറ്റർ പോലെ തന്നെ നമുക്കിപ്പോൾ ഈ പറയുന്ന കാര്യം ലെറ്ററിലേക്കും നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇപ്പോൾ എലിസന്റെ കാണുവാണ് എങ്ങനെയാണ് പോകുന്നത്, ഓൾഡ് മാൻ വന്നു പോകുന്നു എന്നുള്ള കാര്യം പെലായോയും എലിസന്റെയും ഫ്രണ്ട്സിന് എഴുതുന്നതോ എന്നൊക്കെ നമുക്ക് ലെറ്റർ ചോദിക്കാനും ചാൻസ് ഉണ്ട്. യെസ്, നമുക്ക് ഡയറിയിലേക്ക് തിരിച്ചു വരാം. സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 2 ചാൻസ് അല്ലേ സർ? 2 ചാൻസ്. അതിൽ കൂടുതൽ പ്രോബബിലിറ്റി ഉള്ളത് സ്പിൽമാൻ ആണ്. കാര്യം സ്പിൽമാന് ഒരുപാട് എക്സ്പീരിയൻസസ് ഉള്ള ആളായി കഥയിൽ അല്ലേ. ആ സമയത്ത് എന്തായിരിക്കും, അയാൾക്ക് ഒരുപാട് ഡയറി എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. സോ ആദ്യത്തത് എന്തായിരിക്കും, ആ ഓഫീസറിനെ പരിചയപ്പെട്ട ദിവസം എന്തൊക്കെ കാര്യങ്ങൾ അയാളുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവും എന്നുള്ള കാര്യം അയാൾ ഡയറിയിൽ എഴുതുന്ന രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു വെക്കണം. പിന്നെ ഒരാളത് ആഫ്റ്റർ എസ്കേപ്പിംഗ് അല്ലെ, രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാൽ അയാൾക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കും. എന്നാൽ ആ ആർമി ഓഫീസറിനെ ഓർത്ത് കുറച്ച് സങ്കടപ്പെടുന്ന കാര്യങ്ങളും ഉണ്ടാവും. അത് നമ്മൾ എഴുതി വെക്കുക, പഠിച്ചു വെക്കുക. ആഫ്റ്റർ ഹിയറിംഗ് ദ ഡെത്ത് ഓഫ് ദി ഓഫീസർ അല്ലെ, അതും ഒരു ചാൻസ് വളരെ കുറവാണ്. എന്നിരുന്നാലും പ്രെഡിക്റ്റ് ചെയ്യല്ലേ, അപ്പൊ ചാൻസ് ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം നമ്മള് കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിലും വച്ചിട്ട് ചിലപ്പോ റിഗ്രറ്റ് ഒക്കെ അല്ലെ, ഞാൻ സഹായിക്കാം എന്ന് വിചാരിച്ചിരുന്ന ആളായിരുന്നു, പക്ഷെ എന്താണ് അങ്ങനെ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് മരിച്ചു പോകുന്ന സങ്കടമുള്ള ഒരു സാധനം, അത് ചാൻസ് ഉണ്ട്. യെസ്, നെക്സ്റ്റ് വൺ എന്താണ്, നമ്മുടെ ആർമി ഓഫീസർ എഴുതുവാണെങ്കിൽ ആഫ്റ്റർ ഹെൽപ്പിംഗ് സ്പിൽമാനെ ഹെൽപ്പ് ചെയ്തു, അന്നത്തെ ദിവസം വന്നിട്ട് അദ്ദേഹത്തിന് എന്തൊക്കെ ഫീലിങ്സ് ഉണ്ടായിരിക്കും, അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ടാവും അല്ലെ. ഓഫ് കോഴ്സ് ഇത് വാർ എൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു മനുഷ്യൻ രക്ഷപ്പെടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അപ്പൊ അന്നത്തെ രാത്രി നമ്മുടെ ആർമി ഓഫീസർ എന്തായിരിക്കും ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക. കാര്യം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, അയാളോട് ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങൾ നാസി ഓഫീസർ ആണോ എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് ഇത്തിരി ഒരു സോ അതൊക്കെ എന്ത് ചെയ്യാണ്, ഒരു ചാൻസസ് ഉള്ളതാണ്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നൊക്കെ എന്തും ചോദിക്കാം. അപ്പൊ ഒരു ഡയറി ഇയാൾ എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു കാര്യത്തിനുള്ളതും കൂടെ നമ്മൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. യെസ്, നെക്സ്റ്റ് നമുക്ക് പിന്നെ നോക്കുമ്പോൾ ചാൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ശ്രീകാന്ത് ബൊല്ല ആഫ്റ്റർ ബീങ് റിജക്റ്റഡ് ബൈ IIT, നമുക്ക് കണ്ടതാണ് IITയിൽ നിന്ന് റിജക്റ്റഡ് ആയില്ലേ. അപ്പം ബൊല്ലയ്ക്ക് എന്തായിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുക, ഭയങ്കര സങ്കടമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ എന്താ ഇതിന് പകരമായിട്ട് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ആ ഒരു കാര്യം, അതുപോലെ തന്നെ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്, അമേരിക്കയിൽ സെറ്റിൽ ആവണോ അതോ ഇന്ത്യയിലേക്ക് തിരിച്ചു വരണോ എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ അതും വളരെ ചാൻസ് കുറവാണ് കേട്ടോ, കുറവാണ്. ചോദിക്കാൻ എന്താണ് ഒരു 30-50% ഉണ്ട്. നെക്സ്റ്റ് നമ്മുടെ ബബ്ലു ആണ്. ബബ്ലുവിന്റെ കേസിൽ നോക്കുമ്പോൾ ഫാമിലി ഒക്കെ ഒറ്റപ്പെടുത്തുന്നുണ്ട്, സൊസൈറ്റി കുറെ ഒറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അന്നത്തെ ദിവസം അദ്ദേഹം എന്തായിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുക, എന്തായിരിക്കും ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക എന്നുള്ളൊരു കാര്യം ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. അപ്പൊ ഡയറിയിൽ ഇത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും നോക്കി വെക്കുക, ഈ ടോപ്പിക്സ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. കിട്ടാൻ പോകുന്നത് 4 മാർക്കാണ്. ഡയറിയുടെ കാര്യത്തിൽ നമുക്കൊരു ചെറിയ വ്യത്യാസമുണ്ട്. വന്നിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 മാർക്കാണ് തന്നിട്ടുള്ളത്. പക്ഷെ ലാസ്റ്റ് ഇയർ വരെ 6 മാർക്കിനും 5 മാർക്കിനും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്തവണ ഒരു മാർക്ക് കുറച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സോ എന്നിരുന്നാലും 4 മാർക്കാണ്, നമുക്ക് കളയാനില്ല. ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യണമെന്ന് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഇതാ ഈ ഒരൊറ്റ സാധനങ്ങൾ മാത്രം നിങ്ങൾ ഒറ്റ ഇരിപ്പിന്റെ ഡയറിയുടെ പാറ്റേൺ പഠിച്ചു വെക്കാം. ഇതെന്തേ ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് എഴുതിയും കൂടെ നോക്കാം മക്കളെ. ഇത് കണ്ടു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മുടെ പുലിക്കുട്ടി അല്ലെ, നമ്മുടെ ലെറ്റർ ഇല്ലാതെ ഇംഗ്ലീഷ് എക്സാം ഇല്ല. ഓക്കെ, 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ലെറ്റർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ലെറ്റർ റൈറ്റിംഗ് ചറപറ നമുക്ക് എവിടെ വേണമെങ്കിലും പറയാൻ പറ്റുന്നതാണ്. ഡയറിയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ കാര്യങ്ങൾ തന്നെ ഇതിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫോർമാറ്റ്. 2 തരം ഉണ്ടല്ലോ. അപ്പം ഇൻഫോർമലും ഫോർമലും ഉണ്ട്. ഫോർമാറ്റിലാണ് കാര്യം കിടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാ, ഫോർമാറ്റ് കൃത്യമാക്കി മനസ്സിലാക്കി കഴിയണം. ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫോർമലും ഇൻഫോർമൽ ആണോ എന്നുള്ള കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. അവിടെയാണ് ഈ 6 മാർക്ക് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ 4 മാർക്ക് കൃത്യമായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ആദ്യം ഫോർമാറ്റ് അറിഞ്ഞിരിക്കണം. അത് മാത്രം പോരാ, നമ്മുടെ ക്യാരക്ടേഴ്സ് പരസ്പരം ലെറ്റേഴ്സ് എഴുതിക്കൂടെ. അങ്ങനെ ഒരു സാധ്യത കണ്ടപ്പം ആരൊക്കെയാണ് വരുന്നത്, പെലായോയും എലിസണ്ടയും അബൌട്ട് ദ അറൈവൽ ഓഫ് ദി ഓൾഡ് മാൻ, അവരുടെ ഒരു സുഹൃത്തിന് ലെറ്റർ അയക്കുന്നത് അല്ലെ, നിങ്ങളുടെ നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയൊരാൾ വന്നിട്ടുണ്ടെന്നും ഇയാൾ ആരാണ് എന്താണെന്ന് ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അൺനോൺ ഫ്രണ്ടിന് എഴുതുന്ന ഒരു ലെറ്റർ എങ്ങനെ എഴുതിയിരിക്കും, ആ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക.
യെസ്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഡയറിയുടെ സെയിം സാധനം തന്നെയാണ് കേട്ടോ, ആകെ ഫോമാറ്റ് മാത്രം നിങ്ങൾ മാറ്റിയാൽ മതി, കോണ്ടന്റ് സെയിം ആണ്. നെക്സ്റ്റ് വൺ, സ്പിൽമാൻ ടു ഓഫീസർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിന് എഴുതുന്ന ലെറ്റർ. ഉറപ്പായിരിക്കും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. യെസ്, അപ്പൊ എന്തായിരിക്കും സാർ അതിൽ പറയുന്നുണ്ടാവുക? സ്പിൽമാൻ ഉണ്ടായിട്ടുള്ള തിക്താനുഭവങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ സ്പിൽമാൻ ഒരു ആർമി ഓഫീസർ രക്ഷിച്ചല്ലോ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതാൻ പറ്റും. ഇനി അതല്ല, എന്നെ രക്ഷിച്ചു അല്ലെങ്കിൽ ഞാനിപ്പോ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് സ്പിൽമാന് ആ പഴയ ഓഫീസർ ലെറ്റർ അയച്ചു, ഗ്രാറ്റിറ്റ്യൂഡ് കാണിച്ചുകൊണ്ടുള്ള ഒരു ലെറ്റർ എഴുതാം കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ബൊല്ലയുടെ ഫ്രണ്ടിനോ അല്ലെങ്കിൽ ഫാമിലിക്കോ, ആള് കുറെ ഇഗ്നറൻസ് ഒക്കെ അല്ലെ, കുറെ ഇഗ്നോർഡ് ആയിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റ് കൊണ്ട് സക്സസ്ഫുൾ ആവുന്ന ഒരു സമയമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലിരിക്കുന്ന സമയമുണ്ട്. ഈ സമയത്തൊക്കെ ഫാമിലിക്കോ അല്ലെങ്കിൽ ഫ്രണ്ടിനോ ഒക്കെ എഴുതുന്ന ഒരു ലെറ്റർ നമുക്ക് കുറവാണ്. യെസ്, പിന്നെ ഇത് ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇത് നോക്കി വെക്കുക, കാരണം ഇത് ഫോർമൽ ലെറ്റർ ആണ്. ശ്രദ്ധിക്കുക, ഇൻഫോർമൽ ലെറ്റർ അല്ല. ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞപ്പോൾ സാർ നേരത്തെ പറഞ്ഞു ഫോമാറ്റ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അതോറിറ്റീസിന് അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ലെറ്റർ ആണ്. സോ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഫോമാറ്റ് ഉണ്ട്, അത് ഫോളോ ചെയ്യും. പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ റിജക്റ്റഡ് ആവുന്നുണ്ടല്ലോ, ഇയാൾക്ക് സയൻസ് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു മിസ്റ്റർ ബൊള്ള. അപ്പം അതിനെതിരെ ഗവൺമെന്റിന് എഴുതുന്ന ഒരു ലെറ്റർ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്നെ പഠിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഫോർമൽ ലെറ്റർ എഴുതിക്കൂടെ? ഉണ്ടാവാം, ചാൻസ് ഉണ്ടാവാം. സോ 6 മാർക്കിന്റെ ഒരു ഫോർമൽ ലെറ്റർ പഠിച്ചു വെക്കണം, ഫോർമാറ്റ് അറിഞ്ഞിരിക്കുക. ബാക്കി നമ്മുടെ കൈ നിർത്തിട്ട് എഴുതി കഴിഞ്ഞാൽ ഇത്ര പണിയുള്ളൂ മക്കളെ. യെസ്, നെക്സ്റ്റ് വൺ ബബ്ലു ആണ്. ലെറ്റർ ഓഫ് അഡ്മിറേഷൻ. നമ്മൾ കണ്ടു ബബ്ലു കേവത്ത് കുറേ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്ത് അവസാനം പാഡ്മാൻ ആയിട്ട് മാറുന്നുണ്ട് അല്ലേ. ആ സമയത്ത് നിങ്ങൾ ഇത് അറിഞ്ഞുകൊണ്ട് ട്വിങ്കിൾ ഗന്നയുടെ ആ ബുക്ക് വായിച്ചിട്ടുള്ള നിങ്ങൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ബബ്ലു അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്മയർ ചെയ്തുകൊണ്ട് ഒരു ലെറ്റർ എഴുതുവാണ്. അതെ, ചാൻസസ് ഉണ്ട്, ഒരു 50% ഉണ്ട്. ബൊല്ലയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് അയാളുടെ ഫോർമൽ ലെറ്ററിന്റെ ചാൻസസ് വളരെ കൂടുതലാട്ടോ. ബൊല്ലയുടെ കഥ പഠിക്കേണ്ട, അതിനകത്ത് ലെറ്റർ ചാൻസ് കുറവാണ് എന്നല്ല സാറ് പറഞ്ഞിട്ടത്. ഫോർമൽ ലെറ്ററിന്റെ ചാൻസസ് ഏറ്റവും കൂടുതലുള്ളത് ബൊല്ലയുടെ സ്റ്റോറി. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, കംപ്ലൈന്റ് ലെറ്റർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അല്ലെ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കണ്ടു ഓൾഡ് മാൻ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് കണ്ടു. ഇത് കണ്ടിട്ടുള്ള ഒരു വ്യക്തി ചിലപ്പോൾ ഒരു പോലീസ് ഓഫീസർക്കോ അല്ലെങ്കിൽ ഒരു അതോറിറ്റിക്കോ എഴുതുന്ന ഒരു കംപ്ലൈന്റ് ലെറ്ററും നമ്മൾ നോക്കി വെക്കേണ്ടതുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ ഒരു ലെറ്റർ കാണിക്കുന്നുണ്ട്, ന്യൂസ് റിപ്പോർട്ട് എഴുതേണ്ടതിനെ കുറിച്ച് പറയുന്നത്. സോ ഒരു കംപ്ലൈന്റ് ലെറ്ററിന്റെ ചാൻസ് ഉണ്ട്, തള്ളിക്കളയാനാവില്ല. സോ ലെറ്ററിന്റെ ഫോമാറ്റ് നിങ്ങൾ നോക്കുക, ഇതിന്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ടാവും കേട്ടോ. നിങ്ങൾ അതൊന്നും ഓർത്ത് ഒരു പേടിയും പേടിക്കണ്ട. പുലിക്കുട്ടി 6 മാർക്കിന്റെ പ്രൊഫൈല് ആരൊക്കെയാണ് ഉള്ളത്? പ്രൊഫൈൽ എഴുതേണ്ടത്. യെസ്, പ്രൊഫൈൽ നമുക്ക് ചറപറ ഒന്നും പറയുന്നില്ല. ഒരു ചാൻസ് ഉള്ളത്, നമുക്ക് റീസെന്റ് മരിച്ചു പോയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തൊരു വ്യക്തിനെ പറ്റിയൊക്കെ ചോദിക്കാറുണ്ട്. നമ്മളിപ്പോ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് പറയുമ്പോൾ ഒന്നാമത് സ്പിൽമാൻ തന്നെ കാര്യം, സ്പിൽമാന്റെ കഥ പഠിക്കാനുണ്ട്, അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡാറ്റാസ് നമുക്ക് തരും. അതുകൊണ്ട് സ്പിൽമാൻ ഉള്ള ചാൻസസ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. ദെൻ ശ്രീകാന്ത് ബൊല്ല. നെക്സ്റ്റ് നമ്മുടെ മുരുകാനന്ദം, അരുണാചലം മുരുകാനന്ദം, നമ്മുടെ ചാപ്റ്ററിലെ ബബ്ലു അല്ലെ. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ഇവരെ 3 പേരെ പറ്റിയിട്ടുള്ള പ്രൊഫൈൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്ലസ് ഒരു ചാൻസ് ഉള്ളത് റെലവെന്റ് ആയിട്ടുള്ള ഏതെങ്കിലും പേഴ്സണാലിറ്റീനെ പറ്റിയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. റെലവെന്റ് പേഴ്സണാലിറ്റീസ്, ഇപ്പൊ റീസെന്റ് മരിച്ചു പോയിട്ടുള്ള ആളുകളോ ഒക്കെ ചോദിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രൊഫൈൽ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് ഉണ്ടല്ലോ, അത്ര മാത്രം നമ്മൾ എന്ത് ചെയ്യുക, എഴുതിയാൽ മതി. അതിനകത്ത് കുറച്ച് പ്രപ്പോസിഷൻസ് നമ്മൾ ശ്രദ്ധിക്കണം. അതിനകത്താണ് എന്തുള്ളത്, മാർക്ക് ഒളിഞ്ഞ് നടക്കുന്നത്. നമുക്ക് എന്തായാലും ഒരു ഡാറ്റ തരും, അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് പ്രപ്പോസിഷൻ യൂസ് ചെയ്തിട്ട് പ്രൊഫൈൽ എഴുതി കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് 6 മാർക്കാണ്. ശരിക്കും പറയുകയാണെങ്കിൽ പ്രൊഫൈൽ റൈറ്റിംഗ് ഈസി ആയിട്ടുള്ള ഒരു കാര്യം, ഈസിയാണ്, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് എക്സ്ട്രാ അറിയുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷെ ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം കേട്ടോ. നിർബന്ധമായിട്ടും പുതിയ കാര്യങ്ങൾ പഠിക്കണം എന്ന് പറയുന്നേ ഇല്ല. പ്രൊഫൈലിന്റെ അത് തന്നിരിക്കുന്നത് എന്താണോ അത് വെച്ച് പ്രൊഫൈൽ എഴുതുക. അപ്പോൾ ഓൾറെഡി നമുക്ക് എന്തൊക്കെ കിട്ടും, കണ്ടന്റ് കിട്ടും, പിന്നെ കൃത്യമായ പ്രൊപ്പോസിഷൻസ് അല്ലേ, അത് നമ്മൾ പഠിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ 6 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. ഇതൊക്കെ ചാൻസസ് ആണ് കേട്ടോ. എന്നിരുന്നാലും നിങ്ങളെ പുറത്തുനിന്ന് ഒരാളെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ട എന്നുള്ള നിർബന്ധമില്ല. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ റിവ്യൂ റൈറ്റിംഗ് എന്ന് പറയുന്നത്. റിവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കുഞ്ഞു ക്ലാസ്സിലൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടാവും, ഒരു ബുക്ക് വായിച്ചിട്ട് അതിന്റെ റിവ്യൂ എഴുതുക എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയനും കൂടെ എഴുതാനുള്ള സ്ഥലമാണ് എന്താ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ റിവ്യൂ വരാൻ ചാൻസ് ഉള്ളത് എവിടെ നിന്നൊക്കെയാണ്? റിവ്യൂവിൻ്റെത് വെരി ഓൾഡ് മാൻ്റെ ഉണ്ടാവും. കാര്യം എന്താണെന്ന് വെച്ചാൽ സൊസൈറ്റി വയസ്സായ ആളുകളോട് എങ്ങനെ മോശമായിട്ട് പെരുമാറുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാവുമല്ലോ. അപ്പം അതേക്കുറിച്ച് റിവ്യൂ എഴുതാണ്ടാവും. പക്ഷെ റിവ്യൂയുടെ കാര്യം എന്താ പറയുക, റിവ്യൂ റൈറ്റപ്പ് നറേഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്,
ഏകദേശം ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ് ഇവരെ. കുറച്ച് മുഖച്ചായ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയാൽ മതി. അവര് ഒരേ കുടുംബത്തിലുള്ള ആൾക്കാരാണ്, പക്ഷെ എന്തൊക്കെയോ ചെറിയ വ്യത്യാസങ്ങൾ അവർക്കിടയിലുണ്ട്. ആ വ്യത്യാസങ്ങളിലാണ് മാർക്ക് ഉള്ളത് ശരിക്കും. യെസ്. അപ്പൊ ഇതിന്റെ റിവ്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, മാജിക്കൽ റിയലിസം ആണ് വന്നിട്ടുള്ളത്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. റിവ്യൂവിന് നമുക്ക് മാജിക്കൽ റിയലിസം എന്നുള്ള കാര്യം വിട്ട് കളയാൻ പാടില്ല മക്കളെ. മാജിക്കൽ റിയലിസം നമ്മൾ മറന്നു പോകരുത് കേട്ടോ. യെസ്. ഇനി നെക്സ്റ്റ് ചാൻസ് ഉള്ളത് സർ ഏതാണ്, നമ്മുടെ ശ്രീകാന്ത് ബൊല്ലയാണത്. ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരോട് സൊസൈറ്റി എങ്ങനെയാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊടുക്കണം എന്നുള്ളൊരു കാര്യം ആ ഒരു കഥ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സോ റിവ്യൂ എഴുതുമ്പോഴും എന്തൊക്കെ എഴുതണം, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്യാം. റിവ്യൂയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളും എഴുതാം, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് മാർക്ക് എന്തായാലും തന്നിരിക്കണം. നിന്റെ അഭിപ്രായം ശരിയല്ല എന്ന് പേപ്പർ നോക്കുന്ന ടീച്ചർക്ക് പറയാൻ പറ്റില്ല. സോ നിങ്ങളുടെ അഭിപ്രായം എത്ര നന്നായിട്ട് നിങ്ങൾ എഴുതുന്നു അത്രയും നന്നായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 7 മാർക്ക് കേട്ടോ. ഇതുവരെ നോക്കിയതിൽ വെച്ചിട്ട് 7 മാർക്കാണ്. ഒരേ കുടുംബത്തിലുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് റൈറ്റപ്പും പാരഗ്രാഫിനും നമ്മൾ ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. റൈറ്റപ്പും പാരഗ്രാഫും പ്യുവർലി ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ളതാണ് അല്ലേ. നമുക്കറിയാം ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ, ഒരു ചാപ്റ്റർ വായിക്കുമ്പോൾ അത് എന്തിനെ പറ്റിയിട്ടുള്ളതാണ്, എന്താണ് അതിന്റെ തീം വരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിലാണ് ഈ 2 ക്വസ്റ്റ്യൻസും വരിക. നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ സൊസൈറ്റി ടുവേർഡ്സ് ദ വൾനറബിൾ, അല്ലെങ്കിൽ ടുവേർഡ്സ് ദ ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകൾ, ഓൾഡ് ആയിട്ടുള്ള ആളുകളോടുള്ള സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡിനെ പറ്റി ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ റൈറ്റപ്പ് ആവാം, പാരഗ്രാഫ് ആവാം, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ, നമ്മുടെ പാരഗ്രാഫ് റൈറ്റിംഗ് ഒറ്റ പാരഗ്രാഫ് നിങ്ങൾ എഴുതിയാൽ മതി. റൈറ്റപ്പിന് അങ്ങനെയല്ല. റൈറ്റപ്പ് കുറച്ചും കൂടി ടോപ്പിക്ക് നോക്കുമ്പോൾ ഇൻട്രൊഡക്ഷനും ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ റൈറ്റപ്പ് എഴുതുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. മാർക്കിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. 4 മാർക്കാണ്, മറ്റേത് 7 മാർക്ക് വരെ തരുന്ന സാധനങ്ങളാണ്. റൈറ്റപ്പ് മാർക്ക് ഫുള്ള് കിട്ടണമെങ്കിൽ കഥ അറിഞ്ഞിരിക്കണം. പക്ഷെ പാരഗ്രാഫ് റൈറ്റിംഗിന് അത്ര നമ്മൾ കഥ അറിയണമെന്നില്ല. നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ ഒറ്റ പാരഗ്രാഫിൽ എഴുതിയാൽ മാത്രം മതി. പിന്നെ റൈറ്റപ്പിനും പാരഗ്രാഫിനും ആണെങ്കിൽ വാർ ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ് അല്ലെ, ഓൾറെഡി നമുക്ക് റൈറ്റപ്പ് എഴുതാനുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ 7. ഇത് സെക്കൻഡ് ചാപ്റ്റർ ഇൻ ദ ആറ്റിക് ബേസ് ചെയ്തിട്ട്. അപ്പം അതിന് ഒരു ചാൻസ് ഉണ്ടാവും. ഒരുപക്ഷെ റൈറ്റപ്പ് ഒന്നില്ലെങ്കിലും പാരഗ്രാഫ് വരാൻ ചാൻസ് ഉണ്ട്. സെക്കൻഡ് ആൻഡ് സെൽഫിഷ്നെസ് ആരായിരിക്കും? നമ്മുടെ മാർക്ക് ആന്റണിയുടെയും സീസറിന്റെയും ആ ലൈഫ്, ആ ഒരു സ്പീച്ച് വെച്ചിട്ട് നമുക്ക് എഴുതാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങനെ ചിന്തിച്ചത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് അതിനകത്തുനിന്ന് പാരഗ്രാഫിനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ റൈറ്റപ്പ് 7 മാർക്കിന്റെ ചാൻസ് കുറവാണെങ്കിൽ, 7 മാർക്കിന്റെ റൈറ്റപ്പിന്റെ ചാൻസ് കുറവാണെങ്കിലും പാരഗ്രാഫ് എഴുതാൻ എന്തായാലും നമുക്ക് കൂടുതൽ എഴുതാൻ പറ്റുന്ന ഒരു വിഷയം കൂടിയാണ് ഗ്രീഡ് ആൻഡ് സെൽഫിഷ്നെസ്. സോ മക്കളെ, അങ്ങനെ ഒരു സാധനം ഒളിഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ അത് പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. യെസ്. പിന്നെ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് വാർ മാത്രമല്ലാണ്ട് നമ്മുടെ ജർമ്മൻ ഓഫീസർ സ്പിൽമാനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും കൂടെ അവിടെ വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോവാം കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ മോട്ടിവേഷണൽ ലൈഫ് ഓഫ് ബൊല്ലയുടെ ചാപ്റ്ററിൽ നിന്ന് മോട്ടിവേഷൻ ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അതോറിറ്റീസും അതുപോലെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം ടോപ്പിക്കായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. റൈറ്റപ്പ് ആവട്ടെ, പാരഗ്രാഫ് ആവട്ടെ. ഇതിന്റെ 4 എണ്ണത്തിന്റെ കൂടെ നമ്മൾ എന്ത് മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റിവ്യൂ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് 4 ആയിരിക്കും റൈറ്റപ്പിനും പാരഗ്രാഫിനും വരുന്നത് എന്നല്ല, ഈ ഒരു ടോപ്പിക് ബേസ് ആയിട്ട് റിവ്യൂവും വരും. യെസ്, ടോപ്പിക് ബേസ് ആയിട്ട് വരും എന്ന് പറയുമ്പോൾ റിവ്യൂ ടോപ്പിക്ക് തന്നിട്ടായിരിക്കില്ല ചെയ്യുന്നുണ്ടാവുക, ഹിന്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടാവും. എന്നിട്ട് ആ ഒരു ചാപ്റ്ററിന്റെ റിവ്യൂ എഴുതാനായിരിക്കും വരിക. നെക്സ്റ്റ് നമ്മുടെ നറേഷൻ ആണ്. ഇപ്പം നറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിവരണം എന്നുള്ളതാണ് വരുന്നത് അല്ലെ. ഒരു സംഭവം, ഒരു ഇവന്റിനെ ബേസ് ചെയ്തിട്ട് അതിനെ പറ്റിയിട്ട് കറക്റ്റ് സീക്വൻസ്, കറക്റ്റ് അതിന്റെ ആ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ എഴുതാം. നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയന് അവിടെ സ്പേസ് ഇല്ല. ഓക്കെ, ഇവന്റ് ബൈ ഇവന്റ് കാര്യങ്ങൾ എഴുതണമെങ്കിൽ ഏതിലായിരിക്കും ഉണ്ടാവുക? എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് തന്നെ ആയിരിക്കാം. എങ്ങനെയാണ് ആ ഒരു പാവ മനുഷ്യനോട് ആളുകൾ പെരുമാറിയത് എന്നുള്ള കാര്യം. അയാൾ അവരുടെ വീട്ടിൽ വരുന്നു, പിന്നെ അയാൾ ഒരു കേജിനകത്താക്കുന്നു, പിന്നെ ആളുകളെ കാശ് കൊടുത്തിട്ട് വന്ന് കാണാൻ അവസരം ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന ഒരു മനുഷ്യനായപ്പോൾ സോ നമ്മൾ ആ ഒരു കാഴ്ച കണ്ടിട്ട് വേറെ ആളോട് ഇതെങ്ങനെ നറേറ്റ് ചെയ്യുന്നു, ആ ഇവന്റ് ബൈ ഇവന്റ് എന്ത് ചെയ്യണം നമ്മൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ പറയുന്ന സമയത്തും 3rd person നറേറ്റീവിന്റെ കാര്യം മറക്കരുത്. അവിടെയാണ് മാർക്ക് കിടക്കുന്നത്. കിട്ടാൻ പോകുന്നത് 6 മാർക്ക്. വേഗം നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. ന്യൂസ് റിപ്പോർട്ട്, വെരി വെരി ഇമ്പോർട്ടന്റ്.
ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ 6 മാർക്കാ കിട്ടാൻ പോകുന്നത്. ഇതിന്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോർമാറ്റ് മനസ്സിലാക്കിയ ഫുൾ മാർക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. നമ്മൾ കാടടച്ച് വെടിവെക്കേണ്ട യാതൊരു ആവശ്യമില്ല. ചാപ്റ്റർ മുഴുവൻ അരച്ച് കലക്കി കുടിക്കേണ്ട ആവശ്യമില്ല. ഫോർമാറ്റിലാണ് മാർക്ക് കിടക്കുന്നത് മക്കൾ. അപ്പൊ എന്താ എളുപ്പമായിരിക്കും കാര്യങ്ങൾ അല്ലേ? സോ ന്യൂസ് റിപ്പോർട്ടിന്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ 2 ചാൻസസ് ആണുള്ളത്. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സിൽ നിന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഓൾഡ് മാൻ വന്നു എന്ന് പറയുമ്പോൾ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓഫ് കോഴ്സ് ഒരു ന്യൂസ് ആണ്. സോ ന്യൂസ് റിപ്പോർട്ട് അതിൽ നിന്ന് ചോദിക്കാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എക്സിബിഷൻ നടക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ്. രഹിതമായ കാര്യങ്ങൾക്ക് എതിരെ നടക്കുന്ന ഒരു പത്രവാർത്ത എഴുതാൻ നമുക്ക് ചാൻസ് ഉണ്ട്. യെസ്. പിന്നെ നമ്മുടെ ഡിപ്പാർച്ചർ, ഇദ്ദേഹം പോയി ടാറ്റാ ബൈ ഓക്കെ ആള് പോയി എന്നുള്ളൊരു കാര്യം വാർത്തയാക്കാൻ വേണ്ടി ചോദിച്ചേക്കാം. യെസ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വളരെ ഹൈ ചാൻസസ് ആണ് ചോദിക്കാൻ. ചോദിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ളത് ഈ ഒരു ചാപ്റ്ററിനാണ് മക്കളെ. യെസ്. നെക്സ്റ്റ് നമ്മുടെ ബ്രേക്കിംഗ് ദ ബാരിയേഴ്സിൽ നിന്ന് ഒരു ആർട്ടിക്കൽ ടൈപ്പ് ന്യൂസ് റിപ്പോർട്ട് എഴുതാനുണ്ടാവും. ശ്രീകാന്ത് പോലെ ലൈഫിൽ സക്സസ്ഫുൾ ആയാലും സോ അയാളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഇവന്റ്, ഒരു പക്ഷേ കണ്ണ് കാണാത്ത ഒരാൾ 98% മാർക്കോട് കൂടി പാസ്സായി എന്നുള്ള കാര്യം ഒരു വാർത്തയായിട്ട് വന്നൂടെ. അപ്പം അതൊരു ആർട്ടിക്കൽ ടൈപ്പ് വാർത്ത എഴുതണം എന്നുള്ള കാര്യം നോക്കുക. സോ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ന്യൂസ് റിപ്പോർട്ടിന്റെ കാര്യത്തിലെ 5W1H പിന്നെ അതിന്റെ ഇൻവേർട്ടഡ് പിരമിഡും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് 6 മാർക്കാണ്. സോ അവിടെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. ക്യാച്ചി ഹെഡ്ലൈൻ ഓൾസോ കേട്ടോ. ക്യാച്ചി ആയിട്ടുള്ള ഹെഡ്ലൈനും കൂടെ എഴുതാം. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റൻ ആണ് സ്പീച്ച്. സ്പീച്ച് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ല. പക്ഷേ നമ്മളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ്. ഇങ്ങനെ പല കാര്യങ്ങൾ ഇങ്ങനെ അവർ കട്ടി കൂട്ടി കൊണ്ടുവരികയാണ്. സോ നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് നമ്മളോട് ഇതായിരിക്കും വരിക എന്ന് പറഞ്ഞുകൊണ്ട് അഡീഷണൽ ആയിട്ട് ഒരു ചോദ്യം തരാൻ ചാൻസ് ഉണ്ട്. സോ എന്നിരുന്നാലും നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യമാണ് സ്പീച്ച് ഈസി ആണ്. അതിന്റെ ഫോമാറ്റ് എന്ന് പറയുമ്പോഴും ഈസി തന്നെയാണ്. ആകെ ടോപ്പിക് നമ്മൾ നേരത്തെ റൈറ്റപ്പിന്റെയും പാരഗ്രാഫിന്റെയും പറഞ്ഞ പോലെ തന്നെ ടോപ്പിക് കോണ്ടന്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായാൽ മതി. ബ്രേക്കിംഗ് ദ ബാരിയേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് മിസ്റ്റർ ബൊല്ലയുടെ ഒരു സ്പീച്ച്, ആള് സക്സസ്ഫുൾ ആയി, ആളെ IIT-യിലേക്ക് ചിലപ്പോൾ ക്ഷണിച്ചിട്ടുണ്ടാവാം, അവിടെ നിന്നിട്ടുള്ള ഒരു സ്പീച്ച് ആയിരിക്കാം. അത് മാത്രമല്ല ഇയാളെ നമ്മളെ സ്കൂളിലേക്ക് ക്ഷണിച്ചിട്ട് നമ്മൾ നടത്തുന്ന ഒരു സ്പീച്ച് ചാൻസ് ഉണ്ട്. എത്ര മാർക്ക് പ്രതീക്ഷിക്കാം? 5 മാർക്ക് അല്ലേ? 5 മാർക്കൊക്കെ തന്നെ എക്സ്പെക്ട് ചെയ്താൽ മതി. ഇനി ചോദിക്കുകയാണെങ്കിൽ കേട്ടോ, ഇത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടില്ല എന്നിട്ടും ഞങ്ങൾ പറയുന്നത് എന്താ വെച്ചാലേ അതും കൂടെ മാർക്കല്ലേ പോന്നോട്ടെ എന്ന കാര്യത്തിലാണ്. നെക്സ്റ്റ് ചാപ്റ്റർ ഇൻ ദി ആറ്റിക് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ചാൻസസ് കുറവാണ്. കാര്യം സ്പിൽമാന് സ്പീച്ച് ഒന്നും നടത്തേണ്ട കാര്യമില്ല. സ്പിൽമാന് കുറെ നേരമായില്ലേ പിടിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ പിടിക്കാം. ഓക്കെ, സ്പിൽമാന് സ്പീച്ച് നടത്തുന്നതിനേക്കാൾ കൂടുതൽ ഡയറി എഴുതാനൊക്കെ ആയിരിക്കും ഉണ്ടാവുക. എന്നിരുന്നാലും സ്പിൽമാൻ എന്താ സ്പീച്ച് നടത്തിക്കൂടെ എന്നൊരു സാധ്യത ഉള്ളത് കൊണ്ട് ഒരു മാർക്ക് 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ അവിടെ കിടക്കട്ടെ. ഇനി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ an old man's speech about attitude of society towards old age. ഈ ടോപ്പിക് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. റൈറ്റപ്പിന്റെയും പാരഗ്രാഫിന്റെയും ടോപ്പിക് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞു. ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് ഓൾഡ് മാന്റെ പ്ലൈറ്റിനെ പറ്റിയിട്ട്, അയാളോടുള്ള ആറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ട് ജനറൽ ആയിട്ട് ഒരു സ്പീച്ച് ചോദിക്കാനുള്ള ചാൻസ് അവിടെ കാണുന്നു. ഈ സ്പീച്ചിനൊക്കെ ആണെങ്കിലും നമ്മൾ കണ്ടന്റിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കേണ്ടി വരില്ല. കാര്യം നമുക്ക് റിവ്യൂ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു റൈറ്റപ്പ് ഉണ്ടെങ്കിലും ഇതിന്റെ കണ്ടന്റ് അങ്ങോട്ട് മാറ്റി എഴുതിയാൽ മതി. ഫോർമാറ്റിൽ വ്യത്യാസം വരുത്തണം, അത്ര മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് അഡ്വർടൈസ്മെന്റ് ജിംഗിൾസ് ആണ്. ചാൻസസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ വർഷം പഠിക്കാനുണ്ട്, അതുകൊണ്ട് എന്തായാലും നോക്കി വെക്കണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ചാൻസസ് വളരെയധികം ഉണ്ടെന്നാണ്. കാര്യം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ജിംഗിൾസ് ഉണ്ട്. പിന്നെ ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ്. സോ നമ്മൾ കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അവർക്ക് ആഡ് ചെയ്തേ പറ്റുള്ളൂ. സോ എൻ്റെ മൈൻഡിൽ തോന്നുന്നു അഡ്വർടൈസ്മെന്റ് ജിംഗിൾസിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അത് എഴുതുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഏറിപ്പോയി ഒരു 4-3 മാർക്കിനെ ചോദിക്കുള്ളൂ. നമുക്ക് നല്ല ക്യാച്ചി ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ക്യാപ്ഷൻ എഴുതാൻ അറിഞ്ഞാൽ മാത്രം മതി. എന്തൊക്കെ പറഞ്ഞു കൊടുക്കാം നമുക്ക്? നമ്മുടെ മിൽമയുടെ ഒക്കെ അല്ലെ, കേരളം കണി കണ്ടുണരുന്ന നന്മ, പിന്നെ നമ്മുടെ മലബാർ ഗോൾഡിന്റെ ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു രസം ഉണ്ടല്ലോ ആ പറച്ചിലിന്. നമ്മുടെ ഇത് എന്താ പറയാ, പിള്ളേരെങ്ങനെ കറക്കിയെടുക്കാൻ വേണ്ടി പറയുന്ന 3 വരികളൊക്കെ ഉണ്ടായിരുന്നില്ലേ? അയ്യോ ഒരു സാധനം പറയും, എന്തൊക്കെ വരുമ്പോ ഓർമ്മ വരാം, സാറ് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ജിംഗിൾസ് വരാൻ ചാൻസ് ഉള്ളത് ബ്രേക്കിംഗ് ബാരിയേഴ്സിൽ നിന്നും നമ്മുടെ മിസ്റ്റർ ബൊല്ലയുടെ ആ ഒരു കമ്പനി അല്ലെ, അതിനെ പറ്റിയിട്ടുള്ള ഒരു ജിംഗിൾ ആവാം. അല്ലെങ്കിൽ നമ്മുടെ ജിംഗിൾസ് ഫോർ ബബ്ലു സ്റ്റാർട്ടപ്പ് പാഡ് അല്ലെ, അതിനെ പറ്റി സാനിറ്ററി നാപ്കിന് വേണ്ടിയിട്ടുള്ള ജിംഗിൾസ് ആവാം. ഓക്കെ, ഇതൊക്കെയാണ് ചാൻസ് വരുന്നത്. അതാണ് ഇങ്ങനെ എന്റെ മൈൻഡിൽ കിടന്നത്. അത് സാധനം കാണാപ്പാടം പഠിച്ചു വെക്കൊന്നും വേണ്ട, നമ്മുടെ മൈൻഡിൽ എന്താണ് വരുന്നത് അത് അങ്ങോട്ട് എഴുതുക. ഇനി നമ്മുടെ കോൺവെർസേഷൻ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട് അല്ലെ.
ഉറപ്പായിട്ടും 2 ടൈപ്പ് കോൺവെർസേഷൻ ആട്ടോ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഴുതേണ്ട കോൺവെർസേഷനുകളാണ്. മറ്റൊരു ഗ്രാമറിൽ വരും ഏത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട്. സോ 2 കോൺവെർസേഷനുള്ള ചാൻസസ് കൂടുതലാണ്. 4 മാർക്കാണ് ഇതിനകത്ത് കിട്ടാൻ പോകുന്നത്. ആരൊക്കെ തമ്മിലായിരിക്കും? ഇൻ ദ ആറ്റിക് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് സ്പിൽമാനും ഓഫീസറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആയിരിക്കാം. കാരണം എന്താണ്, അവർ മീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നടക്കുന്നത്, അതിനെ പറ്റിയിട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ സ്പിൽമാൻ ആൻഡ് ഹിസ് ഫ്രണ്ട് ചാൻസ് ഉണ്ട്. രക്ഷപ്പെട്ടു പോയിട്ട് എടാ ഞാനൊരു നല്ല ഓഫീസറെ കണ്ടടാ എന്നൊക്കെ പറയുമ്പം അത് സ്പിൽമാനുള്ള ഒരു സന്തോഷമല്ലേ. അപ്പൊ അതെന്ത് ചെയ്യാം, ഒരു കോൺവെർസേഷൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓഫീസർ ആൻഡ് ഹിസ് ഫ്രണ്ട് ചാൻസ് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. എന്നിരുന്നാലും അങ്ങനെ ആലോചിച്ച് നോക്കാം അവർ തമ്മിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുന്നുള്ള കാര്യം മാർക്ക് നമുക്ക് കിട്ടിക്കൂടാ മക്കളെ. ഇനി എ വെരി ഓൾഡ് മാൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മുടെ പെലായോ എലിസന്റെയും തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും അല്ലെ, ഫ്യൂച്ചർ പ്ലാൻസിനെ പറ്റിയിട്ട്. ഇയാൾക്ക് വയ്യാതായപ്പോൾ ഇവർ കൺഫ്യൂസ്ഡ് ആയി, അല്ലെങ്കിൽ ഫുള്ള് എന്താണ് പേടിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ എന്താണ് കോൺവെർസേഷൻ ചോദിക്കാം. അതുപോലെ തന്നെ എലിസന്റെയും നെയ്ബർ അല്ലെ ഒരു വുമൺ ഉണ്ടായിരുന്നു, അപ്പൊ അവരും തമ്മിലുള്ള കോൺവെർസേഷൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. പെലായോ ആൻഡ് ഓൾഡ് മാൻ ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ. പക്ഷേ ചാൻസ് ഉണ്ടോന്ന്, അയാൾക്ക് വയ്യാതാവുന്ന സമയത്ത് പെലായ കുറച്ച് സങ്കടപ്പെടുന്നുണ്ട്. അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ അവർക്കിടയിൽ നടന്നുകൂടെ? ചാൻസ് ആണ് പറയുന്നത്. ഡോക്ടറും അതുപോലെ തന്നെ ഡോക്ടറും പെലായവും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിക്കോട്ടെ, രക്ഷപ്പെടുത്തട്ടെ എന്നൊക്കെ ചോദിക്കുന്നത് ചുമ്മാ കിടന്നോട്ടെ. ഓക്കെ യെസ്. ഇനി നമ്മുടെ അപ്രീസിയേഷൻ നമുക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഫ്രണ്ട്സ്, റോമൻസ് ആൻഡ് കൺട്രിമാൻ ഇതിൽ നിന്നാണ്. യെസ്, അപ്രീസിയേഷൻ വളരെയധികം സൂക്ഷിക്കാം മക്കളെ. പേടിപ്പിക്കാൻ പറയുന്നതല്ല, ചാപ്റ്റർ ഇതായതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. നിങ്ങൾ പേടിച്ച് പഠിക്കേണ്ടതല്ല, പക്ഷെ മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്. ഫോമാറ്റ് കൃത്യമായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അത് തന്നെ ഫോളോ ചെയ്തിട്ട് ചെയ്യണം. അതുപോലെ തന്നെ പോയറ്റിക് ഡിവൈസസ് നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അത് ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്, പഠിച്ചിട്ട് പോയാൽ മതി. അപ്പൊ അതിന്റെ വീഡിയോസും നമ്മൾ ഉറപ്പായിട്ട് അപ്രിസിയേഷന്റെ വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. യെസ്. ഇനി നമുക്ക് ഇവന്റ് ഇൻവിറ്റേഷൻ ഉണ്ട്. അപ്പൊ ഇവന്റ് ഇൻവിറ്റേഷൻ നമുക്ക് ഈസി ആണ് ശരിക്കും. അതിന്റെ ഫോമാറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുള്ളത് തന്നെയാണ്. വരാൻ ചാൻസ് ഉള്ളത് എവിടെ നിന്നൊക്കെയാണ് സർ? ഒന്ന് ഇൻവിറ്റേഷൻ ടു സീ ദ ഓൾഡ് മാൻ, അങ്ങനെ ഒരാളെ അവർ കൂട്ടിലിട്ടിട്ട് വളർത്തുന്നത് കാണാൻ വേണ്ടിയിട്ട് ആളുകളെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ഇൻവിറ്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അത് 4 മാർക്കാണ് കേട്ടോ വരാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഉള്ളത് 4 മാർക്കിന്റെ ആണ്. ഇത് പറയാൻ കാര്യം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന് ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇവന്റ് ഇൻവിറ്റേഷൻ. അതൊരു ചാൻസ് കൂടെ ശ്രദ്ധിക്കുക. പിന്നെ ഫ്രണ്ട്സ്, റോമൻ കൺട്രിമെൻ ആണെങ്കിൽ ഇൻവിറ്റേഷൻ ടു സീ പ്ലേ ഇൻ യുവർ സ്കൂൾ. ഈ ഒരു ചാപ്റ്റർ ഇത് നിങ്ങൾ പ്ലേ ആയിട്ട് നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ക്ലബ്ബ് അല്ലെ നടത്തുന്നു. അപ്പോ എങ്ങനെയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇവന്റ് ഇൻവിറ്റേഷൻ ആവാം. ഓക്കെ യെസ്. നെക്സ്റ്റ് ബ്രേക്കിംഗ് ബാരിയേഴ്സിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം മിസ്റ്റർ ബൊള്ള നിങ്ങളുടെ സ്കൂളിലേക്ക് വരികയാണെങ്കിൽ വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു ലൈഫാണ് അദ്ദേഹത്തിന്റെ. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും അതുപോലെ തന്നെ മറ്റ് അതോറിറ്റീസിനെയും ഒക്കെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ലെറ്റർ ഇവന്റ് ഇൻവിറ്റേഷൻ എന്ത് ചെയ്യാം, അതും നമുക്ക് ചാൻസ് ഉണ്ട്. കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഓർ ഓപ്ഷൻ വരികയാണെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങളുടെ ഇവന്റ് ഇൻവിറ്റേഷൻ എഴുതി നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് ഓർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാറ്റി വെക്കാവുന്നതാണ്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മുടെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത് പറയുമ്പോൾ ബൊല്ലയുടെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഉറപ്പായിട്ട് നോക്കി വെച്ച് പോകണം കേട്ടോ. ബൊല്ലയുടെ ചാപ്റ്ററിൽ ബൊല്ലയുടെ അടുത്ത് എന്തൊക്കെ ചോദിക്കാം അല്ലെ, പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ്. സോ ആളുടെ അടുത്ത് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ പോഡ്കാസ്റ്റ് ഒക്കെ ആയിട്ടാണെന്ന് തോന്നുന്നു ടെക്സ്റ്റ് ബുക്കിലുള്ളത്. പക്ഷേ ഇത് ഇന്റർവ്യൂ ചോദിക്കുമ്പോൾ സുഖാണോ എന്നൊന്നുമല്ല ചോദിക്കേണ്ടത്, ഹൗ ആർ യു അല്ലെങ്കിൽ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊന്നല്ല ചോദിക്കേണ്ടത്. നിങ്ങൾ എങ്ങനെ ലൈഫിൽ ഇത്രയും സക്സസ്ഫുൾ ആയി, ഞങ്ങൾക്ക് എന്തൊക്കെ മെസ്സേജ് ആണ് തരേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. അല്ലാതെ ചുമ്മാ ഫാൻസി ആയിട്ട് നമ്മൾ ഹലോ ഹൗ ആർ യു, വീട്ടിലെല്ലാവർക്കും സുഖമാണോ, എനിക്കിവിടെ സുഖമാണോ എന്നുള്ള കാര്യങ്ങളല്ല നിങ്ങൾ എഴുതുന്നത്. അങ്ങനെ എഴുതിയ മാർക്ക് കിട്ടും, പക്ഷേ ഫുൾ മാർക്ക് കിട്ടില്ല. അപ്പൊ അത് നോക്കി വെക്കാം. ഇനി നെക്സ്റ്റ് നമ്മുടെ ഗ്രാമർ സെക്ഷൻ ആണ്. ഗ്രാമർ സെക്ഷനിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പാണ് ഇതിൽ നിന്ന് വിട്ടുപോകാനുള്ള അല്ലെ, ഇതിന് പുറമേക്ക് ചോദിക്കുന്ന വലിയ വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചോദിക്കാനില്ല. ഇത് തന്നെയുള്ളൂ. നമുക്കറിയാം എക്സാമിന് നമ്മുടെ ഇംഗ്ലീഷ് എക്സാം ആണോ അവിടെ എഡിറ്റിംഗ് മസ്റ്റ് ആണ്. അപ്പൊ എഡിറ്റിംഗിൽ തന്നെ ഉള്ളിലാണ് പ്രിപ്പോസിഷൻ ചിലപ്പോൾ വരാം. പ്രിപ്പോസിഷൻ സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ, സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എഡിറ്റിംഗിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമുക്കറിയാം ടെൻസിന്റെയും ക്യാപിറ്റലൈസേഷന്റെയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ എഡിറ്റിംഗ് വരും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ടാഗ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. വാട്ട്, ഹൂ എന്നൊക്കെ ഉള്ളത് എങ്ങനെയൊക്കെ വരാൻ ചാൻസസ് ഉണ്ടോ അതൊക്കെ അവർ നമ്മളോട് ചോദിക്കും. യെസ്. അപ്പൊ ഇത് രണ്ടും ചേർത്തിട്ട് നമ്മുടെ കോൺവെർസേഷൻ കംപ്ലീഷൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ സാറ് പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞു നമ്മുടെ കോൺവെർസേഷൻ എഴുതാനാണ്. ഇത് കോൺവെർസേഷൻ കംപ്ലീഷൻ ആണ്. ഒരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ടാവും, അതിൽ വിട്ട് പോയിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻ ടാഗും എഴുതാനുണ്ടാവും, അതുപോലെ തന്നെ ഇഫ് ക്ലോസും എഴുതാനുണ്ടാവും. കൃത്യമായിട്ടുള്ള ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ടായിരിക്കും കേട്ടോ. യെസ്. ഇനി നമുക്ക് മോഡൽ ഓക്സിലറി വെർബ്സ്.
നമ്മുടെ ക്യാന്, ഷാള്, മെയ്യ്, സഹായിക്കും എന്നുള്ള കാര്യങ്ങൾ മൊത്തം അതിനകത്തുണ്ടാവും. യെസ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് കോൺവെർസേഷൻ അത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. യെസ്. പിന്നെ ആഡ്ജക്റ്റീവ്സും ആഡ്വേർബ്സും ഇതും ലിങ്കേഴ്സും ചാൻസസ് കുറവാണ്, എന്നാൽ പോലും നോക്കി വെക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഒക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ടായിരിക്കും. ഇത്രയും ഉറപ്പായിട്ടും 20 മാർക്കിനാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഗ്രാമറിന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ എന്താണ് ആ 20 മാർക്കും കിട്ടണമെങ്കിൽ ഈ ഒരു 6 കാര്യം പഠിച്ചാൽ പോരെ മക്കളെ. സോ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഗ്രാമറും കൂടെ കഴിയുന്നതോടുകൂടി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ ഒരു വർഷത്തെ ഓണം എക്സാമിനുള്ള സകല കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് തന്നിട്ടുണ്ട്. ഏകദേശം ഒരു ഐഡിയ ആണ് ഇത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്, ടോപ്പിക്സ് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? പ്ലാന് മാത്രമേ ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ. എക്സിക്യൂട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ മാത്രം പണിയാണ് മക്കളെ. താൻ പാതി ദൈവം പാതി എന്നൊക്കെ പണ്ട് പറയാറുണ്ട്. ഇപ്പം ഞങ്ങൾ പകുതി പണി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി പകുതി ഫുൾ മാർക്ക് കിട്ടേണ്ട പണി മുഴുവൻ നിങ്ങൾ ചെയ്യുക. അത്രയും സിമ്പിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പോയിട്ട് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പിന്നെ ആൻസർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് യാതൊരു വിധത്തിൽ നിങ്ങൾക്ക് ഒരു പരിഭ്രമം ഉണ്ടാവില്ല. കാര്യം എല്ലാ കാര്യങ്ങളും നമുക്ക് പരിചയമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും വരാൻ പോകുന്നത്. സോ നിങ്ങൾ കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇംപ്രൂവ് ചെയ്ത് എടുക്കാൻ പറ്റുകയുള്ളൂ. അത് മാത്രമല്ല, ഇനി എന്തൊക്കെ ഇവരെ കാത്തിരിക്കുന്ന ദിവസങ്ങളിൽ വരുന്നത്. യെസ്. ഇനി നമ്മുടെ ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ കുറെ വീഡിയോസും ഷോർട്സും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ടായിരിക്കും. അപ്പൊ കൃത്യമായിട്ട് അത് അറ്റൻഡ് ചെയ്യാം. മാരത്തോണുകളൊക്കെ നിങ്ങൾ ഈ കാത്ത് ഞങ്ങൾ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ അതൊന്നും നിങ്ങൾ മിസ് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. കൂട്ടുകാരെ വിളിച്ചിട്ട് വേഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് എക്സാം പിന്നെ യാതൊരു കാര്യത്തിലും ടെൻഷൻ അടിക്കേണ്ടി വരില്ല. അപ്പൊ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ള. ഇതിൽ നിന്നുള്ള ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. എഴുതി വെച്ചോളാം മക്കളെ, നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് എന്തൊക്കെയാണെന്നുള്ളത്. അതുപോലെ തന്നെ ഡയറി ഓരോ ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒന്ന് എന്തൊക്കെ എഴുതണ്ടെന്നൊന്ന് പോയിന്റ് വൈസ് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. നമ്മുടെ പണി കഴിഞ്ഞിട്ടില്ല, നമുക്ക് ഇനിയും പണിയുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ഒക്കെ പെട്ടെന്ന് വരുന്നുണ്ടായിരിക്കും. അപ്പൊ ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അതൊക്കെ കാണാം, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ട് നമുക്ക് എക്സാം എഴുതാം. ഷുവർ എന്തായാലും സംശയം. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമുക്കിടയിൽ ചെറിയൊരു ബൈ.